എടാ ചാർലി ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചേ. എടാ ജോമോനെ, നീ പാസ്പോർട്ടും ടെന്നീസ്, നീ ക്രിക്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യാൻ വന്നാലേ നീ എന്തിനാ ടെന്നീസ് ബോളും പാസ്പോർട്ടും കൊണ്ടുവന്നിരിക്കുന്നത്? എടാ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ടല്ലേ ഇതുകൂടി പ്രാക്ടീസ് ചെയ്യുന്നത്. രണ്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ടൂർണമെന്റ് എടുക്കാൻ പോകുന്നത് സെമി ഹാർഡില് ഈ ടെന്നീസ് ബോളിലോ ആണ്. എടാ ബിഗ് ടി വി സ്പിൻ വി കൂടി ചേർന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ ടൂർണമെന്റ്, അതും വേൾഡ് റെക്കോർഡ് കൂടിയാണ് നടത്തണേ. അങ്ങനെ നിനക്ക് കളിക്കാൻ പറ്റുന്നേ? എല്ലാവർക്കും കളിക്കാൻ പറ്റും. നീ ഏത് പഞ്ചായത്താ? ഞാൻ എഴുമറ്റൂർ പഞ്ചായത്ത്. ഞാൻ നെടുമ്പാശ്ശേരി പഞ്ചായത്ത്. ഓരോ പഞ്ചായത്തിൽ നിന്ന് 4 ടീമിന് വെച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഏകദേശം 2 കോടിയുടെ പ്രൈസ് മണി ഉണ്ട് മൊത്തം. ചുമ്മാ തള്ളല്ലേ. ഇപ്പൊ ഞാൻ എന്റെ പഞ്ചായത്തോ എഴുമറ്റൂർ പഞ്ചായത്ത് ഞാൻ എങ്ങനെ കളിക്കുക? എഴുമറ്റൂർ പഞ്ചായത്തിലായാലും എന്റെ നെടുമ്പാശ്ശേരി പഞ്ചായത്തായാലും തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള എല്ലാ പഞ്ചായത്തിലും 4 ടീമുകൾക്ക് വെച്ച് രജിസ്റ്റർ ചെയ്യാം. ഒരു പഞ്ചായത്തിൽ 4 ടീം രജിസ്റ്റർ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ പൂൾ മത്സരം കളിച്ച് വിജയിക്കുന്ന ആൾക്ക് 10,000 രൂപ ഫസ്റ്റ് പ്രൈസ് ഉൾപ്പെടെ നേരെ അടുത്ത ലെവലിലോട്ട് പോവാം. ഓക്കെ, 10,000 രൂപ കിട്ടി. അടുത്ത ലെവലിലേക്ക് പോയി. അടുത്ത ലെവൽ അസംബ്ലി ലെവലിൽ പോയി കളിച്ച് കഴിയുമ്പോൾ അവിടെ നോക്കൌട്ട് മാച്ചസ്. അവിടെ ജയിക്കുന്നവന് നേരെ 20,000 രൂപ കിട്ടും ഫസ്റ്റ് പ്രൈസ്, 10,000 രൂപ സെക്കൻഡ് പ്രൈസും കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത ലെവലിലോട്ട് പോവാണ്, പാർലമെന്റ് ലെവലിലോട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ 30,000 രൂപ ഫസ്റ്റ് പ്രൈസും ഇതേപോലെ തന്നെ 10,000 രൂപ സെക്കൻഡ് പ്രൈസും. ഇത് കഴിഞ്ഞിട്ട് ഇവർ ജയിച്ചു കഴിയുമ്പോൾ നോർത്തും സൗത്തുമായിട്ട് നേരെ തിരിക്കും. അവിടെ ജയിക്കണവന് 50,000 രൂപയും 25,000 രൂപയും പ്രൈസ്. തീർന്നില്ല പോലെ ആ ജയിക്കുന്ന ടീം നേരെ എങ്ങനെ പോകണമെന്ന് അറിയാമോ? നേരെ ദുബായിക്ക്. രജിസ്ട്രേഷൻ ഇതിപ്പോ നാളെ തുടങ്ങും. രജിസ്ട്രേഷൻ നാളെ തുടങ്ങും. രസമല്ല. ദുബായിൽ എത്ര പ്രൈസ് മണി നോക്കി? 10 ലക്ഷം രൂപ ഒറ്റ കളി. സെക്കൻഡ് പ്രൈസ് എത്ര? 5 ലക്ഷം രൂപ. ഞാൻ പാസ്പോർട്ട് വെക്കുന്നിട്ട് ബോളി ഞാനല്ലേ വന്നത്.